അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് തന്നെ. അതെന്താ പോ? അല്ല എൻ്റെ പെരുമാറ്റത്തിലൊരു ഗൗരവം എന്താ? നിങ്ങളെ പേരക്കുട്ടികളെ എൻ്റെ പോസ്റ്റർ മൊത്തം കീറിയിക്കണ്. ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കല്? അതിനടാ കുട്ടികൾ ചെയ്തതിന് ഞാനിപ്പോൾ എത്ര കാട്ടുക? ഇങ്ങക്ക് മാത്രമേ പേരക്കുട്ടികളുള്ളൂ, മറ്റുള്ളവർക്കൊന്നും ഇല്ലേ? മറ്റുള്ളവരെ കുട്ടികളൊന്നും ഇതേമാതിരി ചെയ്യണില്ലല്ല. ഇത് പാർട്ടി അറിഞ്ഞാല് എന്താണ് ഈ കാര്യം പ്രശ്നങ്ങൾ? ഇതിമേലൊന്നും നിൽക്കൂല. എൻ്റെ അബോ, എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂല. ഞാനായിട്ട് അതിന് മെനക്കെടുന്നില്ല. എന്തായാലും ഇന്ത്യൻ പെണ്ണുങ്ങളും വോട്ട് അനക്കന്നെ. ഈ അതങ്ങോട്ട് ക്ഷമിച്ചാള്. എനിക്ക് വിശ്വസിക്കാനല്ലേ. എന്നാലും നിങ്ങൾ കുട്ടികളൊന്ന് ശ്രദ്ധിക്കണം. കായ് ഒരുപാട് ചെലവാക്കിയാണ് അടിച്ച പോസ്റ്ററല്ലേ. ആയിക്കോട്ടെടാ, ഇന്ത്യൻ പെണ്ണുങ്ങളെയും വോട്ട് 100% അനക്കന്നെ. അതെനിക്ക് വിശ്വസിക്കാം. എന്നാ ആയിക്കോട്ടെ, ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. ഇയാളൊക്കെ ഓരോരോ പരിപാടി മനുഷ്യനടങ്ങാറാക്കാനായിട്ട്. മൈനാജിയെ, ഞാൻ നിങ്ങളെ വീട്ടിൽ പോയി വരികയാണ്. നിങ്ങൾ എന്ത് പരിപാടിയാണ് കാട്ടുന്നത്? അതെന്താടാ? നിങ്ങൾ ആ സ്ഥാനാർത്ഥി അബുവിനോട് പറഞ്ഞ ആ ചുമരും മുട്ടിച്ച പോസ്റ്ററൊക്കെ എൻ്റെ മോനാണ് കയറിയിരിക്കണെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോടാ. ആരെ കീറിയെന്ന് എനിക്കറിയില്ലല്ലോ. അതെങ്ങനെ നിങ്ങൾക്ക് അറിയാത്തത്? ഞാൻ അന്വേഷിച്ചപ്പോൾ നിങ്ങളെ പേരക്കുട്ടികളുള്ളത് കീറിയെന്നാണല്ലോ ഇവിടെ എല്ലാവരും പറയണത്. പിന്നെ വെറുതെ എൻ്റെ മേൽക്കിടുക. അത് ഇതോട് ചൂടാല്ലടാ. സംഗതി എൻ്റെ പേരക്കുട്ടികൾ തന്നെയാണ്. ഇനി ആരോടും പറയല്ലേ. ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാണ്. ഇതിൻ്റെ ഒന്ന് മനസ്സിലാക്ക്. നിങ്ങളത് എന്താ വിചാരിച്ചത്? ഇത് കുട്ടിക്കളിയാ. ഇത് പാർട്ടിക്കാർ തമ്മിൽ കച്ചറ ഉണ്ടാവൂലേ? എടാ, അങ്ങനെ പാർട്ടിക്കാർ തമ്മിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാതെ ഇജ്ജ് നോക്കണം. ഇജ്ജ് അബുവിനോടും ഒന്ന് പറയണം. എൻ്റെ കുട്ടികളതിൽ പേര് വലിച്ചയച്ചതിൽ ഇജ്ജിനോട് ക്ഷമിക്കണം. പറ്റിപ്പോയില്ലേ? ഇനിയിപ്പോൾ സാറില്ലേ, കുട്ടികളല്ലേ. അതല്ല, ഇപ്പം മോളെ കുട്ടികളല്ലേ ഇപ്പം. അത് അവര് പോവലുമില്ലേ? അവർ ഇവിടെ തന്നെ? ആടാ, ഓര് ഇവിടെ തന്നെയാണ്. അത് ഓൻ പോകുമ്പോൾ ഓരങ്ങോട്ട് കൊണ്ടുവന്നാക്കും. ഓൻ വരുമ്പോൾ അവിടെ കൊണ്ടുപോകലുള്ളൂ. അതെന്താ, അവിടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? അത് പ്രശ്നം ഉണ്ടായിട്ടൊന്നും അല്ലടാ. അതിപ്പോൾ കെട്ടിച്ച കാലത്ത് എൻ്റെ പെണ്ണുങ്ങളെടുത്ത് പറ്റിയ ഒരു അബദ്ധമാണ്. അന്ന് എന്നും പെണ്ണുങ്ങൾക്ക് പരാജയമുള്ളൂ. ഓരിവിടെ വന്ന് നിൽക്കണില്ല, ഓരിവിടെ വന്ന് നിൽക്കണില്ല എന്ന് അങ്ങനെ പരാതി പറഞ്ഞ് പിന്നെ ഓരാണ് തീരുമാനിച്ചിരുന്നാൽ പിന്നെ ഓര് ഇവിടെ തന്നെയാണ് നിന്നോട്ടെ. ഇപ്പോൾ മോൻ്റെ കുട്ടികളും മോളെ കുട്ടികളും തമ്മിൽ എന്നും കച്ചറയും തല്ലും കൂടി ഇന്റെ സ്വസ്ഥത പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് ശരി. ഇതേമാതിരിയുള്ള പരാതി ഇങ്ങനെ എല്ലാവരും പറഞ്ഞേക്കാം. ശരിക്കും കെട്ടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അവരവിടെ സന്തോഷത്തോടു കൂടി ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുന്നതിലും വലിയ സന്തോഷം വേറെ എന്താ ഉള്ളത്? എന്തായാലും ഹൈറാവട്ടെ. എന്നാ അങ്ങനെ ചെയ്യാം. ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മല പോലെ വന്നത് എലി പോലെ തിരിച്ചുപോയി എന്ന ആശ്വാസത്തോടെ അയാൾ വീട്ടിലേക്ക് നടന്നു.